അടുത്ത് നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് യൂറോപ്യന്മാരുടെ ആഗമനവും പിന്നെ അതിന് ശേഷം ഉണ്ടായ കർണാട്ടിക് യുദ്ധങ്ങൾ പോലുള്ള യുദ്ധങ്ങളെക്കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഇതിൽ ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്ന യൂറോപ്യന്മാരുടെ ആഗമനം എന്ന് പറയുന്ന ഭാഗമാണ്. പുരാതന കാലം മുതൽക്ക് ഇന്ത്യക്ക് വിദേശ രാജ്യങ്ങളുമായി കച്ചവട ബന്ധമുണ്ടായിരുന്നു. റോമാക്കാർ, അറബികൾ, ചൈനക്കാർ തുടങ്ങിയവരായിരുന്നു ഇതിൽ പ്രമുഖർ. 16-ാം നൂറ്റാണ്ടോടെ ലോകത്താകമാനം കടൽമാർഗ്ഗമുള്ള കച്ചവടത്തിൻ്റെ നിയന്ത്രണം യൂറോപ്യൻ രാജ്യങ്ങളുടെ കൈകളിലായി. പോർച്ചുഗൽ, ഫ്രാൻസ്, ഹോളണ്ട്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളായിരുന്നു ഇതിൽ പ്രധാനികൾ. ഇവർ ഇന്ത്യയിലും തങ്ങളുടെ കോളനികൾ സ്ഥാപിക്കുവാൻ പരസ്പരം മത്സരിച്ചു. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗ്ഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ്. അപ്പോൾ യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗ്ഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം എന്താണ്? 1453 ഓട്ടോമൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതിനെ തുടർന്നാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയത് ഏഷ്യ യൂറോപ്യൻ തമ്മിലുള്ള കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലേക്ക് കടൽമാർഗ്ഗം ഒരു വാണിജ്യപാത കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചത്. സമുദ്രത്തിലൂടെ ഒരു വാണിജ്യപാത കണ്ടെത്തിയതോടെ പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികളാണ് അറബികൾ. കടൽമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ അവസാനം എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ അവസാനം എത്തിയത് ഫ്രഞ്ചുകാരാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരികെ പോയത് ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്നും അവസാനം പോയത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരെന്ന് പറയുന്നത് കടൽമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. കരമാർഗ്ഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോഡ കൊവിൻഹ. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1628 നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ട്. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായതെന്നാണ് 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ ഭരണം സാന്നിധ്യമുണ്ടായിരുന്ന യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. 463 വർഷത്തോളം ഉണ്ടായിരുന്നു. അതായത് 1498 മുതൽ 1961 വരെ. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഏതെന്ന് വെച്ചാൽ ഇതായിരുന്നു, അത് ഗോവയായിരുന്നു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കേന്ദ്രം ഗോവയായിരുന്നു. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അൽബുക്കർക്കാണ്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേരള ഹിസ്റ്ററിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് യഥാർത്ഥ സ്ഥാപകൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം 1510. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബിജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്, മുഹമ്മദ് ആദിൽ ഷായിൽ നിന്നൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേരള ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗോവ കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികളായി വരുന്നത് ദാമൻ ആൻഡ് ദിയു എന്നിവയാണ് പോർച്ചുഗീസുകാരുടെ അടുത്ത കോളനി. പോർച്ചുഗൽ രാജാവ് ഇംഗ്ലണ്ടിലെ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായി നൽകിയ ഇന്ത്യയിലെ പ്രദേശമാണ് ബോംബെ. ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും കുറിച്ച് പുസ്തകം എഴുതിയ പോർച്ചുഗീസ് ഭിഷഗ്വരനാണ് ഗാർഷ്യ ഡെ ഓർട്ട എന്നറിയപ്പെടുന്നത്. അപ്പം ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളെയും സുഗന്ധദ്രവ്യങ്ങളെയും കുറിച്ച് പുസ്തകം എഴുതിയ പോർച്ചുഗീസ് ഭിഷഗ്വരനാണ് ഗാർഷ്യ ഡെ ഓർട്ട. ഇന്ത്യയിലെ അവസാനത്തെയും 128ാമതുമായ പോർച്ചുഗീസ് ഗവർണറാണ് അന്റോണിയോ വാസലോ ഇ സിൽവ. ഇന്ത്യയിലെ അവസാനത്തെയും 128ാമതുമായ പോർച്ചുഗീസ് ഗവർണറാണ് അല്ലെങ്കിൽ ഗവർണർ ജനറലാണ് അന്റോണിയോ വാസലോ ഇ സിൽവ. അടുത്ത ഡച്ചുകാർ നോക്കാം. 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത്. 1595 ഡച്ചുകാർ ഇന്ത്യയിൽ വന്നത്. ഇന്ത്യയുമായി വ്യാപാരബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായെന്നാണ് 1602. ഇന്ത്യയിൽ പാശ്ചാത്യശാസ്ത്രം പ്രചരിപ്പിച്ച ഡച്ചുകാരാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അറിയപ്പെടുന്നത് ജെന്റിൽമാൻ 17 എന്നാണ്. അപ്പം ജെന്റിൽമാൻ 17 എന്നാണ് ഡയറക്ടർ ബോർഡ് അറിയപ്പെട്ടിരുന്നത്. ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ അത് മസൂലിപ്പട്ടണത്താണ്. 1605 ഡച്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയെന്ന് വെച്ചാൽ മസൂലിപ്പട്ടണം 1605 ആദ്യ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡച്ച് കോളനിയായിരുന്നു, അതുപോലെ തന്നെ വ്യാപാര കേന്ദ്രവുമായിരുന്നു ചിൻസുറ. ഹൂഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഡച്ച് കോളനിയും വ്യാപാര കേന്ദ്രവുമായിരുന്നു ചിൻസുറ. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നു ഇന്തോനേഷ്യയാണ്. അപ്പോൾ ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നത് ഇന്തോനേഷ്യയാണ്. 1824 ആംഗ്ലോ ഡച്ച് സന്ധിയെ തുടർന്ന് ഡച്ചുകാരുടെ അധീന പ്രദേശങ്ങൾ ബ്രിട്ടന് വിട്ടുകൊടുത്തു. അപ്പോൾ 1824 ആംഗ്ലോ ഡച്ച് സന്ധിയെ തുടർന്ന് 1824 ആംഗ്ലോ ഡച്ച് സന്ധിയെ തുടർന്ന് എന്ത് ചെയ്തു? ഡച്ചുകാരുടെ സ്വാധീന പ്രദേശങ്ങൾ ബ്രിട്ടന് വിട്ടുകൊടുത്തു. അടുത്ത ഡാനിഷ് നോക്കാം. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ നാലാമൻ എന്നറിയപ്പെടുന്നത്. ഡെൻമാർക്കുകൾ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1620. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ഫാക്ടറി സ്ഥാപിച്ച എവിടെയാണ്? 1620. അപ്പോൾ ഡെൻമാർക്കുകാർ ഇന്ത്യയിലെ ഫാക്ടറികൾ എന്ന് പറയുന്നത് ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ സൊറാംപൂർ ബംഗാൾ, ട്രാങ്ക്യൂബർ തമിഴ്നാട് എന്നിവയാണ്. അപ്പം
ഡെൻമാർക്കുകാരുടെ ഇന്ത്യയിലെ ഫാക്ടറികൾ എന്ന് പറയുന്നത് സൊറാംപൂർ ബംഗാൾ, ട്രാൻക്യൂബർ തമിഴ്നാട്. ഡെൻമാർക്കുകാരുടെ അധീനതയിലുണ്ടായിരുന്ന മറ്റ് സ്ഥലങ്ങൾ എന്ത് ചെയ്തു? പിന്നീട് ബ്രിട്ടന് വിൽക്കുകയാണ് ചെയ്തത്. അടുത്ത ഡാനിഷുകാർ 1620 ഡാൻസ്ബർഗ് കോട്ട പണികഴിപ്പിച്ച സ്ഥലമാണ് ട്രാൻക്യൂബാർ. അപ്പോൾ ഡാനിഷുകാർ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചില്ലേ ആൾക്കാർ, ഡാനിഷുകാർ 1620 ഡാൻസ്ബർഗ് കോട്ട പണികഴിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത്, ഡെൻമാർക്കുകാർ ഡാൻസ്ബർഗ് കോട്ട പണികഴിപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത് ട്രാൻക്യൂബാറാണ്. ട്രാൻക്യൂബാർ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ അറിയപ്പെടുന്നത് തരംഗബാഡി തമിഴ്നാടാണ്. അടുത്ത ഫ്രഞ്ചുകാർ. വ്യാപാരത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ എന്ന് പറയുന്നത്. അപ്പോൾ വ്യാപാരത്തിന് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1664. അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1616. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1628. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1616. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി 14 അപ്പോൾ ലൂയി 14 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ചക്രവർത്തി. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരിയായിരുന്നു. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പോണ്ടിച്ചേരിയായിരുന്നു. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. പോണ്ടിച്ചേരിയുടെ പിതാവ് ഫ്രാങ്കോയിസ് മാർട്ടിനാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച ലൂയി 14 ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കൊബാൾട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരംഭിച്ച ലൂയി 14 ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? അത് കൊബാൾട്ടാണ്. 1668 ഫ്രാങ്കോയിസ്കാരൻ്റെ നേതൃത്വത്തിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ച സൂററ്റിലാണ്. അപ്പോൾ 1668 ഫ്രാങ്കോയിസ്കാരൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഫ്രഞ്ചുകാർ സ്ഥാപിച്ചത് എവിടെയാണ്? സൂററ്റിലാണ് ആദ്യത്തെ വ്യാപാര കേന്ദ്രം സ്ഥാപിച്ചത്. അടുത്ത് ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്നത് സൂററ്റ്, മസൂലിപ്പട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി എന്നിവിടങ്ങളാണ്. അപ്പോൾ ഫ്രഞ്ചുകാരുടെ പ്രധാന ഫാക്ടറികൾ സ്ഥിതി ചെയ്യുന്ന എവിടെയൊക്കെയാണ്? സൂററ്റ്, മസൂലിപ്പട്ടണം, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. അടുത്ത കർണാട്ടിക് യുദ്ധം എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ നടത്തിയ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശങ്ങളാണ്. അപ്പോൾ ഇത് കർണാട്ടിക് പ്രദേശങ്ങളിലാണ് ഇത് നടന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെയാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെ. 1746 to 48. ഒന്നാം കർണാട്ടിക് യുദ്ധം 1746 മുതൽ 48 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം 48 മുതൽ 54 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത് 48 മുതൽ 54 വരെയാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം 48 മുതൽ 54 വരെയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം 58 മുതൽ 63 വരെയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 മുതൽ 1700 ആണ് കേട്ടോ. 1758 മുതൽ 63 വരെയാണ്. ഒന്ന് 1746 മുതൽ 1748. രണ്ടാം കർണാട്ടിക് യുദ്ധം 1748 മുതൽ 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം 1758 മുതൽ 1763 വരെ. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാം.